ആഷിഖ് ബ്രോ, ഒരു ഡൗട്ട് ചോദിച്ചിട്ട് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ എന്നറിയാൻ വേണ്ടിയാണ്. ഏറ്റവും അടുത്തൊരു സുഹൃത്ത് പുള്ളിയൊരു മുസ്ലിമാണെന്ന് വെച്ചോ, ഹിന്ദുവോ ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മതമില്ലാത്തതെന്ന് വെച്ചോ, സ്നേഹത്തോടെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു. നമ്മൾ പോയി. ഓക്കെ, അവരവരുടെ വീട്ടിലൊരു കോഴിയെ അറുത്ത് നമുക്ക് കറി വെച്ച് തന്നു. ഓക്കെ, അത് നമുക്ക് തിന്നാൻ പാടുണ്ടോ? തിന്നാൻ പാടില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റാണെങ്കിൽ തിരുത്തുക. അവിടെ ആ ഭക്ഷണം എനിക്ക് നിഷിദ്ധമായത് ഭക്ഷണം വൃത്തിയില്ലാത്തത് കൊണ്ടോ ആ കോഴി അറുക്കാത്തത് കൊണ്ടോ ഒന്നുമല്ല. ആ അറുത്ത ആള് മുസ്ലിം അല്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഭക്ഷണം എനിക്ക് നിഷിദ്ധമായി എന്നുള്ളതിൽ എവിടെയാണ് മാനവികത, എവിടെയാണ് നീതി, എവിടെയാണ് ദാർശനികത എന്നാണ് എൻ്റെ ചിന്തിപ്പിച്ചത്. എന്താണ് താങ്കളുടെ മറുപടി? താങ്കളുടെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ഇസ്ലാമിന് വേണ്ടി ശക്തമായി ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തായാലും ധാരണ ഉണ്ടാവും. കാര്യം ഹലാൽ ഫുഡ് എന്നുള്ളതൊക്കെ വളരെ ബേസിക്കായ കാര്യങ്ങളല്ലേ. ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഒരുപാട് പേര് തെറ്റിദ്ധരിക്കപ്പെട്ട പശ്ചാത്തലം കൂടിയാണിത്. ആദ്യമായി സഹോദരൻ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം അല്ലാത്തവർ മാത്രമല്ല, മുസ്ലിമായ ഒരു വ്യക്തി ആയാൽ പോലും തസ്ബീഹത്ത് ചൊല്ലി അറത്തില്ലെങ്കിൽ ആ മാംസം ഭക്ഷിക്കലും ഇസ്ലാം നിയമപ്രകാരം ഹറാമാണ്. അത് മുസ്ലിം ആയാലും അമുസ്ലിം ആയാലും. പിന്നെ സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്കും ഒരുപാട് ഹിന്ദു ഫ്രണ്ട്സ് ഉണ്ട്. ഞാനും ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീടുകളിൽ പോയി താമസിച്ചിട്ടും ഉണ്ട്, ഭക്ഷണവും ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എൻ്റെ സ്വന്തം ഉമ്മ തരുന്ന പോലെ തന്നെ എന്നെ സ്നേഹിച്ച ഒരുപാട് അമ്മമാരും അതേപോലെ തന്നെ ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും എനിക്കുണ്ട്. ഞാനിപ്പോഴും താമസിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു ക്രിസ്ത്യൻ ഫാമിലിയും ഹിന്ദു ഫാമിലിയും മുസ്ലിം ഫാമിലിയും അടങ്ങുന്ന ഒരു ഫ്ലാറ്റിലാണ് എന്നതും കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ സന്തോഷമായി സഹകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്നും എന്നും ജീവിച്ചു പോകുന്നത്. അപ്പോൾ സഹോദരന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നത് കൊണ്ടൊന്നും തെറ്റില്ല. പക്ഷേ മാംസമാണ് ഭക്ഷിക്കുന്നതെങ്കിൽ തസ്ബീഹത്ത് ചൊല്ലി അറുത്തതാണോ എന്നുറപ്പിക്കൽ നല്ലതാണ്. അല്ലെങ്കിൽ ഹറാമാണ് തീർച്ചയായിട്ടും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശശുദ്ധി വളരെ പ്രധാനമാണ്. കാരണം പടച്ചവൻ നിങ്ങളുടെ ഹൃദയത്തിലോട്ടാണ് നോക്കുന്നത്. അത് പ്രകാരം ആ ഒരു സൗഹൃദ ബന്ധം നിലനിർത്താനും ആതിഥ്യ ക്ഷണം എന്ന രീതിയിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി ആ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഒന്നല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന, തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് പറയാം, വെജിറ്റബിൾ ഫുഡൊന്നും കുഴപ്പമില്ല, ഇനി മാംസാഹാരമാണെങ്കിൽ കടകളിൽ നിന്ന് മേടിക്കുമ്പോൾ ഹലാലായി അറുത്തതാണോ എന്നൊന്ന് ഉറപ്പിക്കണേ എന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങളുടെ സുഹൃത്ത് തീർച്ചയായും അത് മനസ്സിലാക്കും. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലോട്ട് അവർ അതിഥിയായി വരുമ്പോഴും അവരുടെ മാനദണ്ഡങ്ങൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ എന്താണോ അത് പാലിക്കേണ്ടത് ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ പൊങ്കാലൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് പേര് ഹിന്ദുക്കളെ ഹെൽപ്പ് ചെയ്യുന്നതും മുസ്ലിംസ് ആയിട്ടുള്ള വ്യക്തികൾ. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവുമില്ല. വിശ്വാസം നമ്മുടെ മനസ്സിലാണ്. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മനുഷ്യസ്നേഹി എന്ന രീതിയിൽ അവരോടൊപ്പം നിൽക്കുന്നതിലൊന്നും യാതൊരു തെറ്റും കാണുന്നില്ല. നമ്മുടേതായിട്ടുള്ള വിശ്വാസത്തിന് ഭംഗം വരുത്താതിരുന്നാൽ മതി എന്നതാണ് എനിക്ക് പറയാനുള്ളത്. തസ്ബീഹ് ചൊല്ലി ഇറക്കുക എന്നതാണ് അവിടെ ഒരു വിഷയമായി വരുന്നത് ഈ ഒരു കാര്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മളെല്ലാ ഫുഡും കഴിക്കുന്നവരാവില്ല. ഒരു സുഹൃത്ത് എന്ന നിലയിൽ നമ്മളെ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സാധിക്കണം. ആട് കഴിക്കാത്ത വ്യക്തികൾ കാണും, മാംസാഹാരം തന്നെ കഴിക്കാത്ത വ്യക്തികൾ കാണും. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു സുഹൃത്തിനെ അതിഥിയായി ക്ഷണിച്ചിട്ട് അവർക്ക് ബീഫും മട്ടൻ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇഷ്ടപ്പെടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആതിഥ്യ മര്യാദ പാലിക്കേണ്ടത് ഈ വിളിക്കുന്ന വ്യക്തിയാണ്. അവർക്കറിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കേണ്ടതും ഈ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയുടെ ബാധ്യതയാണ്. അങ്ങനെയും നമുക്ക് വീക്ഷിക്കാവുന്നതാണ് ഇതിനെ. അപ്പോൾ ഇതൊക്കെ നിസ്സാരമാണ് ബ്രദർ. ഈ ഒരു സൗഹൃദ ബന്ധം യഥാർത്ഥ സൗഹൃദ ബന്ധമാണെങ്കിൽ ഇതൊന്നും ഒരു തടസ്സമല്ല. പരസ്പരം മനസ്സിലാക്കാൻ തീർച്ചയായും സാധിക്കുന്നതാണ്. അതല്ലാത്ത പക്ഷമായാലും അത് കഴിച്ചെന്ന് വെച്ച് ഇസ്ലാമിൽ നിന്ന് പുറത്തൊന്നും പോകില്ല. അത് വേറൊരു വശം.